ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാമിത്രന്റെ തപസ് മുടക്കാൻ ദേവന്മാർ മേനകയെ പറഞ്ഞു വിട്ടതാണെന്ന് അറിയാതെ വിശ്വാമിത്രൻ മേനകയെ കയറി എങ്ങോട്ട് പ്രേമിച്ചു. ലവ് ലെറ്റർ കൊടുത്തും രാത്രി അടുക്കളവാതിൽ തുറന്നിട്ടുമൊക്കെ പ്രേമം മൂത്തപ്പോൾ തപസിന്റെ തവണ മുടങ്ങാണ് ഉണ്ടായത്. അതിലൂടെ വിശ്വാമിത്രന്റെ സിബിൽ സ്കോർ താഴെ പോയി. ഈ സിബിൽ സ്കോർ താഴെ പോയതുകൊണ്ട് ദേവലോകം വാങ്ങാനുള്ള ലോൺ എടുപ്പും നടന്നില്ല. പകരം വിശ്വാമിത്രൻ ശകുന്തള എന്ന പെങ്കച്ചിന്റെ തന്തയെ മാറുകയാണ് ഉണ്ടായത്. ഇതാണ് ശാകുന്തളം കഥയുടെ ആദ്യ പകുതി. ഇക്കഥ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അൽ ശാകുന്തളമാക്കി മാറ്റിയാൽ വിശ്വാമിത്രൻ ട്രംപാണ്. ട്രംപിനെ വശീകരിക്കുന്ന മേനകയായി അറബികളെയും നമുക്ക് വകയിരുത്താം. അറബ് ലോകം ഒന്നാകെ ചുട്ടരിക്കാൻ നടന്ന ട്രംപ് മേനക വേഷം കെട്ടിവന്ന സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ നൃത്തത്തിൽ മയങ്ങി ഇപ്പോൾ അവരുമായി കടുത്ത പ്രേമത്തിൽ ആർത്തുല്ലഹസിച്ച് മിഡിൽ ഈസ്റ്റിൽ കഴിയുന്നത് കാണാൻ നമുക്ക് ഇപ്പോൾ സാധിക്കും. ട്രംപിന്റെ സൗദി അറേബ്യ സന്ദർശനം US-ഉം സൗദി അറേബ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് സൗദിയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത്. അതിനർത്ഥം ട്രംപിനെ ഞങ്ങൾ കുളിപ്പിച്ച് കിടത്തി എന്ന് തന്നെയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ലോകത്ത് ഇന്നേ വരെ ഒരു രാജ്യവും കൊടുക്കാത്ത സ്വീകരണമാണ് സൗദി അറേബ്യ ഇന്നലെ ട്രംപിന് കൊടുത്തത്. വിമാനത്തിൽ നിന്നിറങ്ങിയ ട്രംപിനെ പർപ്പിൾ കാർപ്പറ്റിലൂടെ ആനയിച്ച് സ്വർണം പൂശിയ ഹാളിൽ എത്തിച്ച് ഒരു ഹലാക്കിന്റെ കസേരയിൽ കൊണ്ടിരുത്തി ഈ അറബികൾ ചുറ്റുമിരുന്ന് സ്വർണ്ണ കടിഞ്ചായയും സ്വർണ്ണ ഈത്തപ്പഴവും കയ്യിലെടുത്തു കൊടുത്തുകൊണ്ടാണ് അറബികൾ ആദ്യം സ്വീകരിച്ചത് തന്നെ. അതിൽ തന്നെ പുള്ളി അങ്ങ് വീണു. പിന്നെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ തുടങ്ങി $100 ബില്യൺ ആയുധ കച്ചവടം ഉറപ്പിച്ചു വന്ന ട്രംപിന് ആദ്യം തന്നെ $300 ബില്യൺ കച്ചവടം കൊടുത്തുകൊണ്ടാണ് സൗദിയുടെ അടുത്ത നീക്കമുണ്ടായത്. പിന്നെ സൗദിയുടെ വിഷൻ 2030 ഭാഗമായി AI ടെക്നോളജി മുതൽ ആളില്ലാതെ ഓടിക്കാവുന്ന വാഹനങ്ങളുടെ നിർമ്മാണം വരെയുള്ള കാര്യങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ ട്രംപും സൗദിയുമായിട്ടുള്ള കരാറുകൾ നീണ്ടത്. അതുകൂടാതെ അമേരിക്കയിൽ സൗദി നിക്ഷേപിക്കുന്ന $600 ബില്യൺ ഉൾപ്പെടെ ബില്യൺ ട്രില്യൺ കണക്കിന് കാര്യങ്ങൾ വേറെ കിടക്കുകയാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ വരം ഞങ്ങൾ സ്വീകരിക്കുമെന്ന രാജകുമാരന്റെ അഭ്യർത്ഥന കൂടി കേട്ടപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ കെട്ടിപ്പിടിച്ച് കണ്ണ് നിറഞ്ഞ് ട്രംപ് പറഞ്ഞത്, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാടാ പൊന്നപ്പൻ എന്നാണ്. അതിൻ്റെ കൂടെ രാജകുമാരൻ മറ്റാരേക്കാളും മഹാനായ മനുഷ്യനാണ്, തൻ്റെ ഏറ്റവും വലിയ പ്രതിനിധി എന്നൊക്കെ ട്രംപ് വിശേഷിപ്പിക്കുമ്പോൾ പണത്തിന് മീതെ ട്രംപും പറക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കടവുളെ എന്ന് വിളിക്കാൻ ട്രംപിനെ ഈ അറബികൾ സമ്മതിക്കാത്തത് കൊണ്ട് ട്രംപ് അങ്ങനെ വിളിച്ചില്ല എന്ന് വേണം കരുതാൻ. ഈ പരപ്പട്ടിണിയിൽ കഴിയുന്ന അമേരിക്കയുടെ അണ്ണാക്കിലേക്ക് ചോറും നല്ല രുചിയുള്ള കറികളും വെച്ച് കൊടുക്കാൻ അറബികളെ ഉള്ളെന്ന് ഇപ്പോൾ ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. ഈ സൗദി ഷെയ്ഖിന്റെ കൊട്ടാരത്തിൽ ട്രംപ് നിന്നിടത്ത് തൂത്ത് വാരിയാൽ പോലും ഒരു 2 അടങ്ങഴി സ്വർണം കിട്ടും. അതുപോലെയാണ് ഈ ട്രംപിനെ ഡോളറിൽ കുളിപ്പിച്ച് സൗദി അറേബ്യ കെടുത്തിയത്. എന്നാൽ ഇതിനേക്കാളൊക്കെ എനിക്ക് രസകരമായി തോന്നിയത് സിറിയയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ അബു മുഹമ്മദ് അൽ ഷാരയുമായി ട്രംപിനെ കൊണ്ട് ഈ സൗദികൾ കൈകൊടുപ്പിച്ചതാണ്. ഇതൊരുമാതിരി കുട്ടിക്കുറങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിപ്പോയി. ഈ ഷാര എന്ന് പറയുന്നവൻ പഴയ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ തലവനാണെന്ന് ഓർക്കണം. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒന്നാം തരം ഭീകരൻ. 10 മാറ്റാണ് ആളിന്. അയാളുടെ മുഖത്ത് എപ്പോഴും ഒരു വല്ലാത്ത ജാള്യത നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പരോളിൽ ഇറങ്ങിയവന്റെ മുഖഭാവം. അയാൾ സിറിയ വിട്ട് പൊതുവെ പുറത്തങ്ങ് പോകാറുമില്ല. ആ ഷാരയാണ് മുഹമ്മദ് രാജകുമാരൻ ട്രംപിനെ കൊണ്ട് കൈ കൊടുപ്പിച്ചത് എന്ന് ഓർക്കണം. ഈ കൈയെല്ലാം കുലുക്കി തീർന്നപ്പോൾ സിറിയയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന സകല ഉപരോധവും ഞാൻ നീക്കിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. പാവം മനുഷ്യനാണ്. പുള്ളിക്ക് അറബികളുടെ കളിയൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ രാജ്യത്തെ ചരിത്രപരമായ എന്തെങ്കിലും ചെയ്യാനുള്ള മഹത്തായ അവസരമാണ് എന്ന് ട്രംപ് സിറിയൻ നേതാവിനോട് പറഞ്ഞതായിട്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിന്റെ ഔദ്യോഗിക പ്രസ്താവനയും ഉടനെ ഉണ്ടാവുകയും ചെയ്തു. തന്നെയുമല്ല, ഇസ്രായേലുമായി ഒരു അബ്രഹാം കരാറിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കണ ചെറുക്കായി ഇല്ലെങ്കിൽ ആ തലതിരിഞ്ഞ നെതന്യാഹു നിന്റെ രാജ്യത്ത് ബോംബിട്ട് നശിപ്പിച്ച് കളയും എന്ന ഒരു കാരണവരുടെ കരുതലോടെയാണ് ട്രംപ് ഈ ഷാരെ ഉപദേശിച്ചത്. ഈ അബ്രഹാം കരാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും രാജ്യം, ഇറാനെപ്പോഴത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ അല്ലെങ്കിൽ സിറിയയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ന്യൂക്ലിയർ ഇടപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ
അതിനെ തടയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇടപാടാണ്. ഈ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ UN ഏജൻസികൾക്ക് ഇവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം പരിശോധിക്കാൻ അവസരം കൊടുക്കണം. തീർത്തും അവർ നിരായുധരാണെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനൊക്കെ ബോധ്യപ്പെടണം. എങ്കിലേ അവർക്ക് എങ്ങനെ തോന്നുന്ന സമയത്തൊന്നും ആക്രമിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിൽ ഇപ്പോൾ സിറിയയെ സംബന്ധിച്ച് ഇപ്പോൾ എന്തിനൊപ്പം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അവിടെയെങ്കിലും ഒരു സാധനമില്ല, ഇടയിൽ ആയുധവും ഇല്ല, ഒന്നുമില്ല, കിട്ടുന്ന മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്ത് തന്നെയാണ് കൊണ്ടുപോയി ബോംബിട്ടത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ നോക്കി നിൽക്കാം എന്നല്ലാതെ അവർക്ക് ആയുധങ്ങളൊന്നുമില്ല. അവർക്ക് ഏത് കരാറിൽ വേണമെങ്കിലും ഒപ്പുവയ്ക്കാം. ഇനി അബ്രഹാം കരാറല്ല, ഇനി മത്തായി കരാർ എന്ന് പറഞ്ഞാൽ അവരതിനകത്ത് ഒപ്പുവയ്ക്കും. അതൊന്നും വിഷയമൊന്നുമല്ല സിറിയയെ സംബന്ധിച്ച്. പക്ഷേ ഇറാനോടാ ചിലവാകത്തത്. ഇറാൻ അതിന് തയ്യാറാവില്ല. അവരുടെ ന്യൂക്ലിയർ പദ്ധതികളെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എങ്ങനെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പണ്ട് സദ്ദാം ഹുസൈന് പറ്റിയ പോലെ ഇരിക്കും. പിറ്റേന്ന് കയറിയിട്ട് ഉമ്മാർ കയറി അടിക്കും ഈ ഇസ്രായേൽ വന്നിട്ട്. അത് ഈ സിറിയ പോലുള്ള രാജ്യങ്ങൾക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നീ ഇസ്രായേലുമായിട്ട് തൽക്കാലം അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നീ വേണമെങ്കിൽ അബ്രഹാം കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇസ്രായേലുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്തോ എന്നാണ് ട്രംപ് ഉപദേശിക്കുന്നത്. അതുമാത്രമല്ല, നീ നിന്റെ രാജ്യത്തുള്ള സകല വിദേശ ഭീകരരെയും ഈ രാജ്യം വിട്ടുപോകാൻ പറയണമെന്നും അക്കൂട്ടത്തിൽ പലസ്തീനയുടെ നാട് കടത്തിയ കുഴപ്പമില്ലെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പിന്നെ നിന്റെ പഴയ സംഘടനയായ IS വീണ്ടും വളർന്നു വരാതിരിക്കാൻ വേണ്ടി അമേരിക്കയെ സഹായിക്കുക, ഇതെല്ലാം ചെയ്ത് നീ ഒന്ന് പച്ച പിടിച്ച് അടിച്ച് കയറി വാടാ എന്നുകൂടി ഈ ട്രംപ് ഷാരയോട് പറഞ്ഞപ്പം പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു പോയെന്നുള്ളതാണ് രസം. ഇത്രയും സ്നേഹമുള്ള ഒരു കാരണവരെ പുള്ളി ആദ്യമായിട്ടാണ് കാണുന്നത്. സിറിയ ഒന്ന് നന്നായിട്ട് ജീവിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്ന പോലെയാണ് ട്രംപ് ഈ ഷാരെ ഉപദേശിച്ചത്. അതിന് മറുപടിയായിട്ട് ഈ ഷാര അണ്ണം പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. 1971 സിറിയയുമായി ഉടക്കിയ ഇസ്രായേലല്ല, ഇപ്പോഴത്തെ ഇസ്രായേലുമായി ഞാൻ ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്നു. നമുക്കെതിരെ നിൽക്കുന്ന എല്ലാവരുടെയും രാസായുധങ്ങൾ നശിപ്പിക്കാനും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് കണ്ണീരോടെ ഈ ഷാരയും തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ് രസം. അയാൾക്ക് പറയാമല്ലോ, കാരണം ഇവരെയൊക്കെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിവിടുക, അത് തന്നെയാണ് ഷാര ഉദ്ദേശിച്ചത്. ഇതിൽ ഏറ്റവും രസം, ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിൽ പരസ്യമായി നിൽക്കുന്ന ആദ്യത്തെ IS തലവനായിരിക്കും ഷാര എന്നുള്ളത് കൊണ്ട് ഇയാൾ ഒരു ഗിന്നസ് ബുക്കിൽ തന്നെ കയറിക്കൂടാനും സാധ്യത വളരെയധികമാണ്. അമേരിക്കൻ പ്രസിഡന്റ് മുന്നിലാണ് ഒരു തീവ്രവാദിയുടെ തലവൻ വന്ന് നിൽക്കുന്നത്. ഇയാളുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്, പഴയ കേസുകൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാനെയും വിളിച്ച് സൗദി അറേബ്യ ലൈവായിട്ട് ട്രംപിന്റെ കൈ കൊടുക്കുകയും ചെയ്തു. ഈ ഉർദുഗാന് ഈ ട്രംപ് ഉള്ള സമയത്ത് അവിടെ ഈ സൗദി അറേബ്യയിൽ ഓടിയെത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു ലൈവ് തന്നെയാണ് സൗദി സംഘടിപ്പിച്ചു കൊടുത്തത്. ബില്ലാദിൻ ജീവിച്ചിരിക്കാഞ്ഞത് ട്രംപിന്റെ ഭാഗ്യം എന്ന് വേണം പറയാൻ. ഈ ബില്ലാദിൻ ജീവിച്ചിരുന്നെങ്കിൽ അയാളെ ഈ ട്രംപിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അയാളുടെ പേരിലുള്ള തീവ്രവാദ കരിയോലെല്ലാം ഈ ട്രംപിനെ കൊണ്ട് കഴുകിച്ച് തേച്ച് വെളുപ്പിച്ച് അയാളെ പുറത്തിറക്കി വിട്ടേനെ. അത്ര വിദഗ്ധമായ രീതിയിലാണ് സൗദി ഇതിനെയൊക്കെ കൈകാര്യം ചെയ്തതും ട്രംപിനെ കുളിപ്പിച്ച് കിടത്തിയതും. താലിബാന്റെ ഇപ്പോഴത്തെ മുല്ല ഈ ഹുബ്തുള്ള എന്താണ് വരാഞ്ഞത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇറാനുമായി ചർച്ചയ്ക്ക് ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ്. അത് ഈ വരുന്ന ശനിയാഴ്ച ഉണ്ടാവും. ഇടയ്ക്ക് നിർത്തിവെച്ചതാണ്, അത് വീണ്ടും കണ്ടിന്യൂ ഉള്ള പരിപാടിയാണ്. മിക്കവാറും ഇറാനിലും ട്രംപിന് ഇതിലും വലിയ ഒരു സ്വീകരണം കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. അവർ ഇതിലും വലിയൊരു സ്വീകരണം ട്രംപിന് കൊടുത്തുകൊണ്ട് ട്രംപിൽ നിന്നും ആണവായുധ ലൈസൻസ് വാങ്ങിച്ചെടുക്കാനും വളരെ സാധ്യത കൂടുതലാണ്. ഈ ട്രംപ് സിറിയയുടെ മേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെ ഷാരക്കേന് എന്ത് വേണമെങ്കിലും ലോകത്തെവിടെ നിന്നും വാങ്ങാൻ കഴിയും എന്നൊരു ഗുണമുണ്ട്. അമേരിക്കയെ പോലും പരസ്യമായി അയാൾക്ക് കറങ്ങിടക്കാൻ പറ്റും. അതിനുള്ള കാശ് ഇരവാദം മുഴക്കി ഈ അറബികളിൽ നിന്ന് തന്നെ മേടിച്ചെടുക്കുകയും ചെയ്യാം. ഇതിലുള്ള ഗുണം എന്നാ വെച്ചാൽ ഈ കാശെല്ലാം സംഘടിപ്പിച്ച് ഇഷ്ടം പോലെ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും ഒക്കെ വാങ്ങാനും നിക്ഷേപങ്ങൾ സിറിയയ്ക്ക് സ്വീകരിക്കാനും കഴിയും. ഇത്തരം സൗകര്യങ്ങളൊക്കെയാണ് ഈ സൗദി ട്രംപിൽ നിന്നും സിറിയയ്ക്ക് ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഷാരയും ഉർദുഗാനും ബില്ലാദിനും ഒക്കെ ട്രംപിന്റെ തോളിൽ കൈയിടുമ്പോൾ നെതന്യാഹുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഹാർട്ട് പൊട്ടിത്തെറിച്ച് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാൾ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട് തന്നെ ഈ ട്രംപ് മിഡിൽ ഈസ്റ്റിൽ വരുന്നുവെന്ന് കേട്ടത് നെതന്യാഹുവിന് ഉറക്കമില്ല. ഈ ട്രംപിനെ സോപ്പിടാൻ വേണ്ടി നെതന്യാഹു അയാളെ ഇസ്രായേലിലേക്ക് ക്ഷണിച്ചാണ്. ട്രംപ് പറഞ്ഞ് ഇതിന്റെ പണി നോക്ക്, ഞാനേ അറബികളുമായിട്ടുള്ള ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അവിടെ നിന്ന് വന്നാൽ കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ആ ക്ഷണം തള്ളിക്കളയാണ് ചെയ്തത്. ഇപ്പം പുള്ളി പതുക്കെ ഈ പണം കണ്ടപ്പോൾ ഇസ്രായേലിൽ തഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അറബികളുടെ ഇഷ്ടംപോലെ കാശുണ്ട്, ഇവരായിട്ട് ഒത്തു നിന്നാൽ ഇഷ്ടംപോലെ കാശ് മേടിച്ചെടുക്കാമെന്ന് ട്രംപിന് മനസ്സിലായത് കൊണ്ട് അവരുമായിട്ടിപ്പോൾ ഭയങ്കര ഗുലാനായിരിക്കുകയാണ്.
അതിനിടെ ഈ പത്രക്കാര് ട്രംപിനോട് ചോദിച്ച് അളിയാ ഇനി നെതന്യാഹു ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് സംഗതി ഇസ്രായേൽ വളരെ കാലം ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുന്നതൊക്കെ ഉള്ള നല്ല കാര്യമാണ്. അതിന് അവർ ധാരാളം അംഗീകാരം അർഹിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ പട്ടാളക്കാരും അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്, അവർക്കും അംഗീകാരം കിട്ടണം. അതോടൊപ്പം അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ ബന്ദികൾ ഇപ്പോൾ ജീവിച്ചിരിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഇപ്പോൾ 20 പേരുണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഞാൻ ഘട്ടം ഘട്ടമായി പുറത്തെത്തിക്കും എന്നാണ്. ഇതിലൂടെ നെതന്യാഹു ശരിക്കും ശശിയാവുകയാണ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അതിനിടയിൽ ഇസ്രായേലിനെ വിട്ടോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇസ്രായേലിനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ അറബികളുമായിട്ട് മച്ചാനും കളിക്കുന്നത് ഇസ്രായേലിന് തന്നെയാണ് ഗുണം എന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം. ഇതെല്ലാം കേൾക്കുമ്പം നെതന്യാഹുവിനും വല്ലാത്ത നിരാശയാണ് ഉണ്ടാകുന്നത്. അയാൾ പ്രതീക്ഷിച്ചതിൽ നിന്നും നേരെ വിപരീതമായ കാര്യങ്ങളാണ് ട്രംപിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. അയാൾ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടിരിക്കുകയാണ്. അറബികൾ അമ്മാതിരി സ്വീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ട്രംപ് ഖത്തറും UAE ഒക്കെ സന്ദർശിച്ച് ഗിഫ്റ്റ് കിട്ടുന്ന വിമാനമൊക്കെ വാങ്ങി കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇടപാടുകളും നടത്തി. ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഇസ്രായേൽ പ്രതിസന്ധിയിലാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇനി നെതന്യാഹുവിന് ആയുധങ്ങൾ കൊടുക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് ട്രംപിനോട് ഈ അറബികൾ അപേക്ഷിച്ചാൽ ട്രംപിന് ഒരുപക്ഷെ അതിനെ നിരസിക്കാനൊന്നും കഴിയില്ല. കാരണം അത്രയധികം സ്വീകരണമാണ് അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അവരിൽ നിന്ന് അത്രയധികം പണമാണ് ഈ പുള്ളി ഊറ്റിയിരിക്കുന്നത്. ഇതിനകം തന്നെ പലതവണ ട്രംപ് നെതന്യാഹുവിന്റെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഈ ബന്ദികളെ തിരിച്ചെടുക്കാനൊന്നും പറഞ്ഞിട്ടും അയാൾ കേൾക്കാതെ ഇങ്ങനെ നിരന്തരം ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ട്രംപിന് കടുത്ത ദേഷ്യമുണ്ട്. പക്ഷേ അയാൾ പുറത്ത് പറയാൻ കഴിയുന്നില്ല. ഇനി എന്തെങ്കിലും അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു കലിപ്പാണ് നെതന്യാഹുവിനെ ശരിക്കും കൈവിട്ടതായിട്ട് നമുക്ക് തോന്നുന്നതും. അതല്ലാതെ ഇസ്രായേലിനെ ഒരിക്കലും അമേരിക്കയ്ക്ക് കൈവിടാനൊന്നും കഴിയില്ല. അത് അമേരിക്കൻ പോളിസിയുടെ ഭാഗമാണ്. നമ്മളോർക്കും ഇനി ട്രംപ് നെതന്യാഹുവിനെ കൈവിട്ട് ഇനി അറബികളുമായിട്ട് വലിയ ഇഷ്ടത്തിൽ ഇങ്ങനെ കഴിയും. ചുമ്മാ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പം തൽക്കാലത്തേക്കേ ഉള്ളൂ. ഈ ട്രംപ് പറയുന്നത് നെതന്യാഹു കേട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു പഴയ രീതിയിലേക്ക് തന്നെ പോകും. അമേരിക്ക നെതന്യാഹുവിനൊപ്പം നിൽക്കും. ഇപ്പം ട്രംപ് ഒരു നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ട്രംപ് ആയുധങ്ങളും പണവും ഒന്നും ഇസ്രായേലിന് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ബന്ദികളെ തിരിച്ചു വാങ്ങി യുദ്ധം അവസാനിപ്പിക്കാനേ നെതന്യാഹുവിന് കഴിയൂ എന്നുള്ളതാണ് സത്യം. അതിന് കാരണം ഈ അവസരത്തിൽ മാത്രം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ട്രംപിന് നെതന്യാഹുവിനേക്കാൾ ആവശ്യം അറബികളെയാണ്, അവരുടെ പണത്തെയാണ്. അതിലുപരി ട്രംപും ഒരു ജിഹാദി ആയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.